നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം നഗരത്തിലെ ആമയിഴഞ്ചാൻ തോട്ടിൽ അകപ്പെട്ട് മരിച്ച ശുചീകരണ തൊഴിലാളി ജോയിയുടെ മൃതദേഹം ഇന്ന് സംസ്കരിച്ചിരിക്കുകയാണ്. മാരായമുട്ടത്തെ ജോയിയുടെ വീട്ടുവളപ്പിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ നടന്നത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമാണ് മൃതദേഹം വീട്ടിലെത്തിച്ചത്. ഏറെ വികാരഭരിതമായിരുന്നു ജോയിയുടെ വീട്ടിൽ നിന്നുള്ള കാഴ്ച. അമ്മയുടെയും അതുപോലെ തന്നെ ഏറ്റവും അടുത്ത ബന്ധുക്കളുടെയും കരച്ചിൽ ചുറ്റുമുള്ളവരുടെയും കണ്ണുകളെ ഇറനടിയിച്ചു. ജോയുടെ കുടുംബത്തിന് ഇത് രണ്ടാമത്തെ ആഘാതമാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ജോയുടെ സഹോദരന്റെ ഭാര്യ മരിച്ചിട്ട് ഇന്നേക്ക് 32 ദിവസം മാത്രമാണുള്ളത്. മക്കളുടെ കല്യാണമൊക്കെ കഴിഞ്ഞു. ഇനി അമ്മയുടെ കാര്യമൊക്കെ സർക്കാർ എന്തെങ്കിലും സഹായിക്കണം എന്നാണ് അവിടുത്തെ നാട്ടുകാർക്ക് ഉള്ള ഒരേ ഒരു അഭ്യർത്ഥന. കാരണം ജോയിയുടെ ദിവസക്കൂലിയിലായിരുന്നു ആ കുടുംബം പോറ്റിയിരുന്നത്. ജോയി എല്ലാവർക്കും ഉപകാരിയായിരുന്നു. നാട്ടിൽ ഒരു കല്യാണമോ മരണമോ എന്തുണ്ടായാലും ജോയി ഓടിയെത്താറുണ്ട്. ഇവിടെ തോട്ടിൽ മാറ്റിലൊക്കെ വെള്ളം കയറിയാലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആദ്യം ഇറങ്ങുന്നത് ജോയി ആയിരിക്കും. അത്രയേറെ നാട്ടിൽ എന്താവശ്യമുണ്ടെങ്കിലും ജോയി ഓടിയെത്താറുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇതിൽ സർക്കാരിന്റെ ഭാഗത്താണോ ആരുടെ ഭാഗത്താണോ തെറ്റെന്ന് അറിയില്ല. പക്ഷേ ഈ അമ്മയ്ക്ക് ഏക ആശ്രയമായിരുന്ന മകനെയാണ് ഇപ്പോൾ നഷ്ടമായത്. അതുകൊണ്ട് നഷ്ടപരിഹാരം അവർക്ക് നൽകണമെന്നാണ് നാട്ടുകാരുടെ ഒറ്റക്കെട്ടായ ആവശ്യം. മാത്രമല്ല, ജോയിയുടെ മരണത്തിൽ എല്ലാവരും ഉത്തരവാദികളാണ്. നമ്മളെല്ലാവരും വലിച്ചെറിയുന്ന വേസ്റ്റാണ് ഇത്തരത്തിൽ തോടുകളിലൂടെയും മറ്റും ഒഴുകിക്കൊണ്ട് നഗരത്തെ മാലിന്യത്തിൽ മുക്കുന്നത്. അതേസമയം ഇപ്പോഴും ഗ്രാമങ്ങളിലെല്ലാം തന്നെ മാലിന്യ നിർമ്മാർജ്ജനം എന്ന പേര് പറഞ്ഞുകൊണ്ട് 50 രൂപ കൊടുത്ത് നഗരസഭ മാലിന്യം വീട്ടിൽ വന്ന് എടുത്തുകൊണ്ട് പോകാറുണ്ട്. എന്നാൽ എന്തുകൊണ്ട് നഗരത്തിൽ ഇത്തരത്തിൽ കൃത്യമായി തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നില്ല എന്നാണ് നാട്ടുകാർക്ക് ചോദിക്കാനുള്ളത്. അതേസമയം 48 മണിക്കൂർ നേരത്തെ തെരച്ചിലിനൊടുവിലാണ് ഇന്ന് രാവിലെ തകരപ്പറമ്പ് വഞ്ചൂർ റോഡിലെ കനാലിൽ നിന്നുമാണ് ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയത്. റെയിൽവേ ടണൽ കടന്ന് 1 കിലോമീറ്ററോളം ഒഴുകിയെത്തി മാലിന്യ കൂമ്പാരത്തിൽ തടഞ്ഞു നിൽക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. ജീർണിച്ച അവസ്ഥയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. കഴിഞ്ഞ 2 ദിവസമായി ഫയർഫോഴ്സ്, NDRF സംഘങ്ങൾ റെയിൽവേയുടെ ഭാഗത്ത് തെരച്ചിൽ നടത്തിയിരുന്നെങ്കിലും ജോയിയെ കണ്ടെത്താനായിരുന്നില്ല. കൊച്ചിയിൽ നിന്നുള്ള നേവി സംഘവും ഇന്ന് തെരച്ചിലെത്തിയിരുന്നു. ഇന്നത്തെ തെരച്ചിൽ ആരംഭിക്കാനിരിക്കെയാണ് തകരപ്പറമ്പ് ഭാഗത്ത് ഒരു മൃതദേഹം കനാലിൽ കണ്ടെത്തിയെന്ന വിവരം പുറത്തു വന്നത്. ശുചീകരണ തൊഴിലാളികളാണ് മാലിന്യങ്ങൾക്കിടയിൽ ഒരു മൃതദേഹം പൊങ്ങിക്കിടക്കുന്നുവെന്ന വിവരം പോലീസിനെ അറിയിച്ചത്. ഉടൻ തന്നെ പോലീസും സംഘവും ജോയിയുടെ ബന്ധുക്കളും സ്ഥലത്തെത്തി മൃതദേഹം ജോയിയുടേതാണെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു. തലസ്ഥാനത്തിന്റെ നഗരഹൃദയത്തിലൂടെ ഒഴുകുന്ന മാലിന്യവാഹിനിയായ തോടാണ് ആമയിഴഞ്ചാൻ. ജൂലൈ 13 രാവിലെ 10 മണിയോടെയാണ് മാരായമുട്ടം സ്വദേശിയായ ജോയിയും മറ്റു 3 തൊഴിലാളികളും തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനോട് ചേർന്നുള്ള ഭാഗത്തെ തോട് വൃത്തിയാക്കാൻ ഇറങ്ങിയത്. തോട്ടിലിറങ്ങി മാലിന്യം മാറ്റുകയായിരുന്ന ജോയിയെ കനത്ത മഴയിൽ പെട്ടെന്നുണ്ടായ ഒഴുക്കിൽ കാണാതാവുകയായിരുന്നു.